പുതുപുത്തൻ ലോകത്തിലെ ഇന്നത്തെ വാക്ക് ക്രിഞ്ച്. ശരിക്കും ഈ ക്രിഞ്ച് എന്ന് പറയുന്ന വേർഡ് ഇംഗ്ലീഷിൽ കൃത്യമായിട്ടുള്ളൊരു മീനിങ് ഉള്ള ഒരു വാക്ക് തന്നെയാണ്. അല്ലാണ്ട് ഇപ്പോ പുതിയതായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു വേർഡോ കാര്യങ്ങളോ ഒന്നുമല്ല. പക്ഷെ ഇപ്പോഴാണ് ഇവൻ നമ്മുടെ നാട്ടിലൊന്ന് സെലിബ്രിറ്റി ആയത്. ഇതെന്ത് മറിമായും എനിക്ക് ഭ്രാന്തായി പോയതാണ്, അത് നാട്ടുകാർക്ക് മൊത്തം ഭ്രാന്തായ. അപ്പൊ ശരിക്കും നമ്മുടെ ക്രിഞ്ചിന്റെ അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ഫീൽ എംബാരസ്ഡ് അല്ലെങ്കിൽ ടു ഫീൽ അഷെയിംഡ് എന്നതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ പണ്ടൊരു കാര്യം എന്തെങ്കിലും ചെയ്തു എന്ന് വെച്ചോ, ആ കാര്യം ഓർത്തിട്ട് നമ്മൾ പിന്നീട് അയ്യോ ഞാൻ എന്തിനാ അങ്ങനെ ചെയ്തത്, എനിക്ക് എന്തിന്റെ കേടായിരുന്നു, വല്ല കാര്യം ഉണ്ടായിരുന്നു എനിക്ക് അങ്ങനെയൊക്കെ ചെയ്യാൻ എന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ, അങ്ങനെ ഒരു നാണക്കേട്, ഞാൻ ഇങ്ങനെ ആയിരുന്നോ എന്നൊക്കെ ഉള്ളൊരു നാണക്കേട് വന്നു കഴിഞ്ഞാൽ അതിനെയാണ് ക്രിഞ്ച് എന്ന് പറയുന്നത്. അതായത് ആ നാണക്കേടിനല്ല, അന്ന് ചെയ്ത ആ കാര്യം നമുക്ക് ഈ ഒരു നിമിഷം അത് ക്രിഞ്ചായിട്ട് തോന്നുന്നു. ഇനി വേറൊരു ക്രിഞ്ചിനെ പറ്റി പറയുകയാണെങ്കിൽ പ്രണയത്തിലെ ക്രിഞ്ച്. നമ്മുടെ പൈങ്കിളി പ്രണയം എന്ന് പറയുന്നത് തന്നെ അത്യാവശ്യം ഭയങ്കരമാണ്. എന്നാൽ നമുക്ക് ഇതിനെ തന്നെ രണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. ഒന്ന് എന്ന് പറയുന്നത് സാധാരണ ഒരു പ്രണയത്തിൽ നോർമലി സംഭവിക്കാവുന്ന ഭയങ്കരമായിട്ടുള്ള കാര്യങ്ങൾ. രണ്ട്, ബാക്കിയുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാൻ എന്റെ പാർട്ട്ണറോട് ഞാൻ ഇങ്ങനെയൊക്കെയാണ് പെരുമാറുന്നത്, അല്ലെങ്കിൽ എന്റെ പാർട്ട്ണർ എന്നോട് ഇങ്ങനെയൊക്കെയാണ് കാണിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് പെരുമാറുന്നതോ, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ ബാക്കിയുള്ളവരെ തോന്നിട്ട് എന്റെ പാർട്ട്ണർ ഇങ്ങനെയൊക്കെ പറഞ്ഞു, അല്ലെങ്കിൽ എന്റെ പാർട്ട്ണർ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കുന്ന കാര്യങ്ങൾ. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ക്രിഞ്ചായിട്ട് തോന്നുന്നത്. വേണമെങ്കിൽ ഞാൻ ഒരു ഉദാഹരണം കൂടെ കാണിക്കാം. കോഫി നമുക്ക് വയറുവേദനയായിരുന്നു, തനിച്ചായിന്ന് തോന്നി. അപ്പൊ ക്രിഞ്ച് മനസ്സിലായല്ലോ അല്ലേ? ഇത് പുത്തൻ കാലം പുതുപുത്തൻ ലോകം, ജനറേഷൻ തോറും മാറും പുതുലോകം.